കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ അധ്യാത്മരാമായണ അയോധ്യാകാന്ഡം 9-ാം സർഗത്തിലത്തെ 19-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്തത്. അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ ശ്രീരാമൻ അവനവൻ കാട്ടിൽ കഴിക്കണ ആ ഭക്ഷണം തന്നെ, അന്നം തന്നെ, അതുകൊണ്ട് തന്നെ പിണ്ടുണ്ടാക്കി. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക ഒരു എന്ന് പറഞ്ഞില്ലേ, ഓടൽക്കുരു പിണ്ണാക്കോ എന്തോ അങ്ങനെ, അത് തേഞ്ഞ് കുഴച്ച് അവനവൻ കാട്ടിലതല്ലേ കിട്ടുള്ളൂ, സാധാരണ ധാന്യങ്ങൾ കിട്ടില്ല. അപ്പം അതന്നെ വെച്ച് പിണ്ടുണ്ടാക്കി അച്ഛന് പിണ്ടം വെച്ചു, അല്ലെങ്കിൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ഇനി 20. ഇതി ദുഃഖാശ്രുപൂർണാക്ഷ പുനഃ സ്നാത്വാ ഗൃഹം യയൗ സർവേ രുദിത്വാ സുചിരം സ്നാത്വാ ജഗ്മുസ്തഥാശ്രമം. ഇതി ദുഃഖാശ്രുപൂർണാക്ഷ, ഇങ്ങനെ ദുഃഖത്തും കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി പുനഃ സ്നാത്വ, പിന്നെയും കുളിച്ച്, അതായത് ഈ പിതൃതർപ്പണം കഴിഞ്ഞാൽ പിന്നെയും കുളിച്ച് ഗൃഹം യയൗ, ആശ്രമത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സർവേ എല്ലാവരും സുചിരം രുദിത്വ, എല്ലാവരും കുറേ നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് സ്നാത്വ, എല്ലാവരും കുളിച്ച് തഥാ ആശ്രമം ജഗ്മു, അങ്ങനെ ആശ്രമത്തിലേക്ക്, അതായത് ശ്രീരാമനും ബാക്കി എല്ലാവരും പോയി. ഇതി ദുഃഖാശ്രുപൂർണാക്ഷ പുനഃസ്നാത്വ ഗൃഹം യയൗ സർവേ രുദിത്വാ സുചിരം സ്നാത്വാ ജഗ്മുസ്തഥാശ്രമം. ഇനി 21, 22, 23 നമുക്ക് ഒരുമിച്ച് ചെയ്യാം. തസ്മിൻസ്തു ദിവസേ സർവ ഉപവാസം പ്രചക്രിരേ തതഃ പരേദ്യുർവിമലേ സ്നാത്വാ മന്ദാകിനി ജലേ ഉപവിഷ്ടം സമാഗമ്യ ഭരതോ രാമമബ്രവീദ് രാമ രാമ മഹാഭാഗ സ്വാത്മാനമഭിഷേചയ രാജ്യം പാലയ പിത്ര്യം തേ ജ്യേഷ്ഠസ്ത്വം മേ പിതാ തഥാ ക്ഷത്രിയാണാമയം ധർമ്മോ യത് പ്രജാ പരിപാലനം. ഭരതൻ പറയണ വന്ന കാര്യമൊക്കെ കേട്ടോ. തസ്മിൻ ദിവസേതു, ആ ദിവസത്തിലാകട്ടെ, സർവേ ഉപവാസം പ്രചക്രിരേ, എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു. എന്നിട്ട് തതപരേദ്യുഹു, പിറ്റേ ദിവസം, പരദ്യു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം, വിമലേ മന്ദാകിനി ജലേ സ്നാത്വ, ആ പരിശുദ്ധമായ ഗംഗയിൽ കുളിച്ച്, ഉപവിഷ്ടം രാമം സമാമ്യ, അതായത് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന രാമനെ എൻ്റെ അടുത്ത് പോയിട്ട് ഭരത അബ്രവീദ്, ഭരതൻ പറഞ്ഞു. അതായത് അന്നത്തെ ദിവസം എല്ലാവരും ഈ പിതൃകർമ്മമൊക്കെ ചെയ്തിട്ടുള്ള ദിവസം, അന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരും ഉപവസിച്ചു. പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് രാമൻ അവിടെ ഇരിക്കുകയാണ് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ. ആ സമയത്ത് ഭരതൻ അടുത്തേക്ക് പോയി. എന്നിട്ട് ഭരത അബ്രവീത്, ഭരതൻ പറഞ്ഞു. എന്താ പറഞ്ഞ? മഹാഭാഗ, ഹേ മഹാത്മൻ, സ്വാത്മാനം അഭിഷേചയ, സ്വാത്മാവിനെ അഭിഷേകം ചെയ്താലും പിത്ര്യം തേ രാജ്യം പരിപാലയ, പിതാവിൽ നിന്ന് അങ്ങക്കാണല്ലോ രാജ്യം കിട്ടേണ്ടത്. പിതാവിൽ മൂത്തപുത്രനല്ലേ, അപ്പോൾ പിതാവിൽ നിന്ന് കിട്ടിയ രാജ്യം ഭരിച്ചാലും, അതാണ് പറയണത്, അവനവനെ തന്നെ അങ്ങേ അഭിഷേകം ചെയ്യണം. ഇപ്പോൾ കാരണം അങ്ങാണ് മൂത്തപുത്രൻ, പിതാവിൽ നിന്ന് കിട്ടിയ രാജ്യം അങ്ങക്കാണ് കിട്ടിയത്, അത് അങ്ങനെ പരിപാലിക്കൂ, കാട്ടിൽ വന്നിരുന്നാൽ പറ്റില്ലാന്ന്. ത്വം മേ ജ്യേഷ്ഠ, അങ്ങ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനല്ലേ. തഥാ പിതാ, അപ്പം അച്ഛന് തുല്യാണ്. പ്രജാപരിപാലനം യദ്, പ്രജകളെ പരിപാലിക്കുന്നതാണ്. അയം ക്ഷത്രിയാണാം ധർമ്മം, നമ്മളൊക്കെ ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്താ? പ്രജാപരിപാലനാണ്. അങ്ങാണ് മൂത്തപുത്രൻ, എന്തുകൊണ്ടും അങ്ങക്കാണ് രാജ്യം കിട്ടുക. അങ്ങനെ ലഭിച്ച രാജ്യം അങ്ങനെ പരിപാലിക്കൂ. ക്ഷത്രിയന്മാരുടെ ഏറ്റവും വലിയ ധർമ്മം കാട്ടിൽ വന്നിരിക്കലല്ല, കാനനവാസമല്ല, എന്താണ്? പിന്നെ രാജ്യപരിപാലനാണ് അല്ലേ, പ്രജകളെ.
അപ്പോൾ എന്താ പറയണ വെച്ചാൽ പിണ്ടക്രിയ നടത്തിയിട്ട് അന്ന് എല്ലാവരും ഉപവാസിച്ചിട്ട് പിറ്റേ ദിവസം കുളിച്ചപ്പോൾ ഭരതൻ ശ്രീരാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, രാമ അങ്ങനെ രാജാവായിട്ടിരിക്കണം, ഞാനായ പറ്റില്ല, അഭിഷേകക്രിയ നടത്താൻ അങ്ങ് വരണം, അതിന് സമ്മതിക്കണം. അതായത് പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ രാജ്യത്തെ അങ്ങനെയാണ് പരിപാലിക്കേണ്ട ആളെ എന്തുകൊണ്ടും നോക്കിയാലും. അർഹനായിട്ടുള്ള ആൾ അങ്ങൻ്റെ ജ്യേഷ്ഠനല്ലേ, അത് കാരണം എനിക്ക് പിതൃതുല്യനുമാണ്. അതുകൊണ്ട് മാത്രമല്ല, പ്രജാപരിപാലനാണ് ക്ഷത്രിയന്മാരുടെ ധർമ്മം. സ്വന്തം ധർമ്മം എന്താ, സ്വധർമ്മം എന്താ, അതല്ലേ, അതുകൊണ്ട് വരണം എന്ന് പറയാണ്. ഇനി നമുക്ക് 21, 2, 3 വായിച്ച് നമുക്ക് അടുത്തേക്ക് പോവാം. തസ്മിംസ്തു ദിവസേ സർവ ഉപവാസം പചക്രിരേ തഥ പരേദ്യുർവിമലേ സ്നാത്വാ മന്ദാകിനി ജലേ ഉപവിഷ്ടം സമാഗമ്യ ഭരതോ രാമമബ്രവീദ് രാമ രാമ മഹാഭാഗ സ്വാത്മാനമഭിഷേചയ രാജ്യം പാലയനി പിത്ര്യം തേ, പിതാവിൽ നിന്ന് കിട്ടിയ രാജ്യം പാലിക്കുന്ന, പിത്ര്യം തേ ജ്യേഷ്ഠസ്ത്വം മേ പിതാ തഥാ ക്ഷത്രിയാണാമയം ധർമ്മോ യത് പ്രജാപരിപാലനം. എല്ലാവരും സ്വധർമ്മമാണല്ലോ അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ക്ഷത്രിയന്മാരുടെ ധർമ്മം പ്രജാപരിപാലനാണ്. അതുകൊണ്ട് അങ്ങ് സ്വധർമ്മം അനുഷ്ഠിക്കാൻ ആയിട്ടെങ്കിലും വരൂ എന്ന് പറയാണ്. ഇനി 24, 25, 26. ഇഷ്ട്വാ യജ്ഞേർ ബഹുവിധൈ പുത്രാൻ ഉൽപാദ്യ തന്തവേ രാജ്യേ പുത്രം സമാരോപ്യ ഗമിഷ്യസി തതോ വനം ഇദാനിം വനവാസസ്യ കാലോ നൈവ പ്രസീദ മേ മാതുർമേ ദുഷ്കൃതം കിഞ്ചിൽ സ്മർത്തും നാർഹസി പാഹിന ഇത്യുക്ത്വാ ചരണൗ ഭ്രാതുഃ ശിരസ്യാധായ ഭക്തിദ രാമസ്യ പുരത സാക്ഷാൽ ദണ്ഡവത് പതിതോ ഭുവി ബഹുവിധൈ യാജ്ഞൈ പലവിധ യജ്ഞങ്ങൾ കൊണ്ട് ഇഷ്ട്വ യജിച്ചിട്ട് ആരാധിച്ചിട്ട് തന്തവേ പുത്രാൻ ഉൽപാദ്യ വംശത്തിൻ്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് പുത്രന്മാരെ ലഭിച്ചിട്ട് രാജ്യ പുത്രം സമാരോപ്യ രാജ്യത്തിലെ മൂത്തപുത്രനെ വാഴിച്ച് തതഹ വനം ഗമിഷ്യസി എന്നിട്ടേ വനത്തിലേക്ക് പോവാവൂ. അങ്ങ് എല്ലാം വേണ്ട പോലെ രാജ്യം ഭരിച്ച മകനുണ്ടായ മകനെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ പോവാം അല്ലേ. ഇതാനിയും വനവാസസ്യ കാല എന്നാ, അങ്ങക്കിപ്പോൾ വനവാസത്തിനുള്ള സമയമായിട്ടില്ല അല്ലേ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി രാജ്യം ഭരിച്ച മകനുണ്ടായി, മകൻ വലുതായാൽ മകനെ ആക്കിയിട്ടാണ് സാധാരണ എല്ലാവരും വാനപ്രസ്ഥം ചെയ്യുക. ഇപ്പം അങ്ങക്ക് കാലമായിട്ടില്ല പറയണേ. പ്രസീതമ, എൻ്റെ നേരെ പ്രസാദിക്കണേ. മേ മാതുഹു ദുഷ്കൃതം കിഞ്ചിൽ സ്മർത്തും നാർഹസി, എൻ്റെ അമ്മയുടെ ഈ അമ്മ ചെയ്ത ഈ ദുഷ്പ്രവൃത്തി അങ്ങ് ആലോചിക്കണ്ട, അതിനെ മറന്നേക്കൂ. അമ്മയുടെ ആ ദുഷ്പ്രവൃത്തി അമ്മ ചെയ്തതാണല്ലോ ഇത്, അമ്മ ചെയ്ത ആ ദുഷ്കൃതം മറന്നേക്കൂ അങ്ങ്, അതിനെ ആലോചിക്കേണ്ട. അന്നഹ പാഹി, എന്നിട്ട് ഞങ്ങളെ പരിപാലിച്ചാലും. ഇതി ഉക്ത്വ, ഇങ്ങനെ പറഞ്ഞ് ഭ്രാതൃഹു ചരണവും ആ സഹോദരൻ്റെ പാദങ്ങളെ ഭക്തിതഃ ശിരസി ആധായ ഭക്തിയോടെ കാല് തലയിൽ വെച്ചു, ശ്രീരാമൻ്റെ തലയിൽ കാല് എടുത്തു വെച്ചു. രാമസ്യ പുരതഃ ഭൂവി, രാമൻ്റെ മുമ്പിലുള്ള ഭൂമിയിൽ ദണ്ഡവത് സാക്ഷാൽ പതിത ഒരു ദണ്ഡ നമസ്കാരം ചെയ്തു. എന്താ പറയണ വെച്ചാൽ, എന്താ ഭരതൻ പറയണ, അനേകം യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയും എന്നിട്ട് വംശാഭിവൃദ്ധിക്കായിട്ട് പുത്രന്മാരെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് പുത്രൻ വലുതായാൽ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ശേഷം അങ്ങയ്ക്ക് കാട്ടിലേക്ക് പോവാം. ഇപ്പോൾ വനവാസം ചെയ്യുവാൻ ഉചിതമായിട്ടുള്ള കാലമൊന്നുമല്ല അങ്ങയ്ക്ക്. എൻ്റെ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ റിക്വസ്റ്റ് അംഗീകരിക്കണം. എൻ്റെ അമ്മയുടെ അഭിഷേകത്തിന് എൻ്റെ അമ്മ കാരണം അങ്ങയുടെ അഭിഷേകത്തിന് വിഘ്നം വന്നു, അതിനെ അങ്ങ് മനസ്സിൽ കരുതേ വേണ്ട. അതൊക്കെ മറന്നിട്ട് സഹോദരന്മാരായ ഞങ്ങളെയും ഈ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രജകളെയൊക്കെ പരിപാലിക്കാൻ വരൂ. ഇങ്ങനെ പറഞ്ഞ ഭരതൻ ആ സഹോദരൻ്റെ, അതായത് ഏട്ടൻ്റെ കാലിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് കിടന്ന അദ്ദേഹത്തിൻ്റെ കാല് ശരിക്ക് ഭരതൻ്റെ തലയിൽ വരണ പോലെ നമസ്കരിച്ച് കിടന്നു.
ഇഷ്ട്വാ യജ്ഞൈർബഹുവിധൈ പുത്രാൻ ഉൽപാദ്യ തന്തവേ രാജ്യേ പുത്രം സമാരോപ്യാഗമിഷ്യസി തതോ വനം ഇദാനിം വനവാസസ്യ കാലോ നൈവ പ്രസീദ മേ മാതുർമേ ദുഷ്കൃതം കിഞ്ചിൽ സ്മർത്തും നാർഹസി പാഹി നഹ ഇത്യുക്ത്വാ ചരണൗ ഭ്രാതുഃ ശിരസ്യാധായ ഭക്തിതഃ രാമസ്യ പുരതഃ സാക്ഷാൽ ദണ്ഡവൽപതിതോ ഭുവി. 27. ഉത്ഥാപ്യ രാഘവ ശീഘ്രമാരോപ്യാംഗേതി ഭക്തിതഃ ഉവാച ഭരതം രാമഃ സ്നേഹാർദ്രനയന ശനൈഃ. രാഘവ ശീഘ്രം ഉത്ഥാപ്യ, ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭരതനെ വേഗം എഴുന്നേൽപ്പിച്ചിട്ടേ അങ്കേ ഭക്തിതഃ ആരോപ്യ, തൻ്റെ മടിയിലിരുത്തി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്നിട്ടോ സ്നേഹാർദ്രനയന രാമ, സ്നേഹം കൊണ്ട് നനഞ്ഞ കണ്ണുകളോടുകൂടിയ രാമൻ ഭരതം ശനൈഹി ഉവാച, ഭരതനോട് പതുക്കെ പറഞ്ഞു എന്ന്. അപ്പം ശ്രീരാമൻ ഇങ്ങനെ ഭരതൻ ദണ്ഡ നമസ്കാരം ചെയ്തുല്ലോ കാൽക്കല്. അപ്പം ശ്രീരാമൻ ഭരതനെ വേഗം എഴുന്നേൽപ്പിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി മടിയിലിരുത്തിയിട്ട് സ്നേഹം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന കണ്ണുകളോടുകൂടി മന്ദമന്ദം, അതായത് ശനൈഹി പറഞ്ഞ പതുക്കെ ഭരതനോട് ഇപ്രകാരം പറഞ്ഞു. ഇനി ശ്രീരാമൻ പറയണതാണ് കേട്ടോ, ഒന്നിച്ചാണ് 5 ശ്ലോകം. അപ്പം നമുക്കതിലേക്ക് പോവാം. ഉത്ഥാപ്യ രാഘവ ശീഘ്രമാരോപ്യാംഗേതി ഭക്തിത ഉവാച ഭരതം രാമ സ്നേഹാർദ്രനയന ശനൈഹി. ശനൈഹി പതുക്കെ പറഞ്ഞു, വളരെ അങ്ങനെ സൗമ്യമായിട്ട് പറഞ്ഞു. ശൃണു വത്സ പ്രവക്ഷ്യാമി ത്വയോക്തം യത്തഥൈവ തദ് കിന്തു മാമബ്രവീത്താതോ നവവർഷാണി 5 ഉഷിത്വാ ദണ്ഡകാരണ്യേ പുരം പശ്ചാത് സമാവിശ ഇദാനിം ഭരതായേദം രാജ്യം ദത്തം മയാഖിലം തത പിത്രൈവ സുവ്യക്തം രാജ്യം ദത്തം തവൈവ ഹി ദണ്ഡകാരണ്യരാജ്യം മേ ദത്തം പിത്രാ തഥൈവ ച അത പിതുർവച കാര്യമാവാഭ്യാമതിയത്നത പിതുർവചനമുല്ലംഘ്യ സ്വതന്ത്രോ യസ്തു വർത്തതേ സ ജീവന്നേവ മൃതകോ ദേഹാന്തേ നിരയം വ്രജേത് തസ്മാദ് രാജ്യം പ്രസാധിത്വം വയം ദണ്ഡകപാലകാഹ. എന്താ ശ്രീരാമൻ പറയണേ? വത്സ പ്രവക്ഷ്യാമി ശൃണു, ഞാൻ പറയാം, നീ ശ്രദ്ധിച്ചു കേൾക്കൂ. യത് ത്വയാ ഉക്തഃ, നീ ഇപ്പം പറഞ്ഞില്ലേ അത്, തത് തഥാ ഏവ, ശരി, നീ പറഞ്ഞില്ല കുറച്ച് കാര്യമൊക്കെ ഉണ്ട്, ഞാൻ മൂത്ത മകൻ തന്നെയല്ലേ. കിന്തു, പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. കിന്തു എന്താ വെച്ചാൽ താതഹ മാം അബ്രവീത്, അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ശരിക്കും സാധാരണ നിലയ്ക്ക് അങ്ങനെ തന്നെയാണ്, അച്ഛൻ്റെ രാജ്യം എനിക്ക് കിട്ടും, ഞാൻ ഭരിക്കണം. പക്ഷെ ഈ ഒരു കേസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അച്ഛൻ എന്നോട് എന്താ പറഞ്ഞേ? താത, അച്ഛൻ മാം അബ്രവീത് എന്നോട് പറഞ്ഞു, നവവർഷാണി 5 9 5 14, അതാണ് നവവർഷം. 9 9 അല്ലേ, പിന്നെ 5 പറഞ്ഞ 5, അപ്പോൾ 9 5 14 വർഷക്കാലം ദണ്ഡ്യകാരണ്യെ ഉഷിത്വ, ദണ്ഡകവനത്തിൽ വസിച്ച് പശ്ചാത്പുരം, ആ 14 കൊല്ലം കഴിഞ്ഞ് സമാവിശ രാജ്യത്തിലേക്ക് പ്രവേശിച്ചാലും ഇതാനും ഇപ്പോൾ ഇതം അഖിലം രാജ്യം, ഈ രാജ്യം ഇപ്പം തൽക്കാലം ഭരതായ ദത്തം, ഭരതനായിക്കൊണ്ട് കൊടുത്തു. രാജ്യം ഭരതന് കൊടുത്തിട്ട് എന്നോട് 14 കൊല്ലം പോവാനാണ് അച്ഛൻ പറഞ്ഞത് വനവാസത്തിന്. വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇപ്പം നിനക്കാണ് രാജ്യം മുഴുവൻ നിനക്ക് നൽകപ്പെട്ടു. തതഃ പിതായേവ, അതുകൊണ്ട് തന്നെ പിതാവിനാൽ തന്നെ, തവയേവ, നിനക്കു തന്നെ രാജ്യം ദത്തം, അച്ഛൻ തന്നെയാണ് നിനക്ക് രാജ്യം നൽകിയത്. സുവ്യക്തം, അത് വളരെ വ്യക്തമാണ്, അച്ഛൻ തന്നെ പറഞ്ഞ വാക്കുകളാണ്. തതഃ ആവാഭ്യം, അതുകൊണ്ട് അതിയത്നത, നമ്മൾ പിതൃവചഹ കാര്യം, അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ രണ്ടാളും വളരെ ശ്രദ്ധയോടെയും നിഷ്കർഷയോടെയും ഉല്ലംഘ്യ, പിതാവിൻ്റെ വചനത്തെ നമ്മൾ
നിരാകരിച്ചിട്ട് അല്ലെങ്കിൽ ഉല്ലംഘിച്ചിട്ട് അതിക്രമിച്ചിട്ട് യഹത്തു സ്വതന്ത്ര വർത്തതേ, എങ്ങനെ നമ്മൾ സ്വതന്ത്രരാവുക? അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ടേ? സഹ ജീവൻ ഏവ മൃതഃ. അപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച പോലെയായിരുന്നു. ദേഹാന്തേ നിരയം വ്രജേത്. അത് നമ്മൾ ആ അച്ഛൻ്റെ വാക്ക് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അച്ഛൻ നരകത്ത് പോവും. തസ്മാത് ത്വം രാജ്യം പ്രശാധി. അതുകൊണ്ട് നീ തന്നെ രാജ്യത്തെ പരിപാലനം ചെയ്താലും വയം ദണ്ഡകപാലകാഹ, ഞങ്ങൾ ദണ്ഡകവനത്തിൽ തന്നെ താമസിക്കാം. എന്താണ് അപ്പോൾ ഇതിൽ മുഴുവൻ പറഞ്ഞത് വെച്ചാൽ, ഹേ ഭരത, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കൂ. സാധാരണ രീതിയിൽ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇങ്ങനെയൊന്നും ഉണ്ടായില്ല വെച്ചാൽ. പക്ഷേ അതന്നെയാണ് ക്ഷത്രിയധർമ്മം എന്ന് ഞാൻ എഗ്രി ചെയ്യണു. മൂത്ത മകന് രാജ്യം കൊടുത്തു, ഞാനാണ് ഭരിക്കേണ്ട, ശരി. പക്ഷേ എന്നാൽ ഇപ്പം നമ്മുടെ സ്ഥിതി അതല്ല. 14 വർഷം കാട്ടിൽ വസിച്ചതിന് ശേഷം നാട്ടിലേക്ക് വന്നോളൂ. ഇപ്പം ഈ രാജ്യം മുഴുവനും ഞാൻ ഭരതന് നൽകിയിരിക്കുന്നു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പം അച്ഛൻ തന്നെയാണ് നിനക്ക് രാജ്യം നൽകിയിരിക്കണേ. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ദണ്ഡകാരണ്യം വനവാസവും നൽകി. അതുകൊണ്ട് ഞാനും നീയും എത്ര തന്നെ പ്രയാസപ്പെട്ടാലും അച്ഛൻ്റെ ആ വാക്കിനെ പരിപാലിക്കണം, സത്യാക്കണം. ആരാണ് അച്ഛൻ്റെ വാക്കിനെ നിരസിച്ചിട്ട് തൻ്റെ ഇഷ്ടം പോലെ സ്വതന്ത്രമായിട്ട് നടക്കണ? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനെ തുല്യാണെന്ന് മാത്രമല്ല, മരിച്ച നരകത്തിൽ പോവും. ഇപ്പം നമ്മൾ അച്ഛൻ്റെ ഈ വാക്കിനെ നമ്മൾ സത്യമാക്കാൻ പ്രയത്നിച്ചില്ല. എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അച്ഛൻ്റെ വാക്കിനെ അനുസരിക്കണം. അതനുസരിക്കാതിരുന്നാൽ നമ്മൾ ജീവച്ഛവങ്ങളാണ് ജീവിക്കുമ്പോൾ തന്നെ. മാത്രമല്ല മരണം കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്ക് പോവും. അതുകൊണ്ട് നീ രാജ്യം പരിപാലിച്ചു കൊണ്ടിരിക്കൂ, ഞങ്ങൾ 14 വർഷം കാട്ടിൽ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അതായത് അച്ഛൻ്റെ വാക്കിനെ നമ്മൾ അനുസരിക്കാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് തീർത്ത് പറയുകയാണ്. അച്ഛൻ അത്ര വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനനുസരിക്കാതെ പറ്റില്ല. അനുസരിക്കാതെ നമ്മൾ തന്നിഷ്ടം പോലെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ ജീവച്ഛവങ്ങളെപ്പോലെയാവും. ഇനി അതും പോരാ, മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കും പോവും. അതുകൊണ്ട് ഒരു പറ്റില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി ശൃണുവത്സ പ്രവക്ഷ്യാമി ത്വയോക്തം യത് തഥൈവ തദ് കിന്തു മാം അബ്രവീത്താതോ 9 വർഷാണി 5 ച ഉഷിത്വാ ദണ്ഡകാരണ്യേ പുരം പശ്ചാൽ സമാവിശ ഇദാനിം ഭരതായേദം രാജ്യം ദത്തം മയാഖിലം തഥാ പിത്രൈവ സുവ്യക്തം രാജ്യം ദത്തം തവൈവ ഹി ദണ്ഡകാരണ്യരാജ്യം മേ ദത്തം പിത്ര തഥൈവ ച. എനിക്ക് വനവാസമാണ് തന്നത്, നിനക്ക് രാജ്യവും. അതാ പിതുർവച, ആ പിതാവിൻ്റെ വാക്യത്തെ കാര്യമാവാഭ്യാമതിയത്നത, എത്ര യത്നിച്ചിട്ടും പ്രയാസപ്പെട്ടിട്ടും പിതുർവചനം ഉല്ലംഘ്യ, അത് നമ്മൾ നിരസിച്ചാലോ അച്ഛൻ്റെ വാക്കിനെ, സ്വതന്ത്രോ യസ്തു വർത്തത, എന്നിട്ട് തന്നിഷ്ടം പോലെ സ്വതന്ത്രമായിട്ട് ചെയ്താലോ, സ ജീവന്നേവ മൃതകോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച പോലെ, ദേഹാന്തേ, മരിച്ചു കഴിഞ്ഞാലോ നിരയം വ്രജേത്, നരകം, തസ്മാത് രാജ്യം പ്രസാധിത്വം, അതുകൊണ്ട് നീ രാജ്യം ഭരിക്കൂ, വയം ദണ്ഡകപാലക, ഞങ്ങൾ വനത്തിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 33, അതൊരു 3 വരിയുണ്ട് കേട്ടോ. ഭരതസ്ത്വബ്രവീദ്രാമം കാമുകോ മൂഢധീ പിതാ സ്ത്രീജിതോ ഭ്രാന്തഹൃദയ ഉന്മത്തോ യദി വക്ഷ്യതി തൽ സത്യമിതി ന ഗ്രാഹ്യം ഭ്രാന്തവാക്യം യഥാസുധീഹി. ഇത് കേട്ടപ്പോൾ ഭരതൻ പറഞ്ഞു, മൂഢധീഹി, മൂഢനും, സ്ത്രീജിത, സ്ത്രീകൾക്കധീനനും, അതികാമി, കാമുകനാണ്, വെറും സ്ത്രീക്ക് അധീനനായിട്ടുള്ളൊരു കാമുകനായിരുന്നു അച്ഛൻ, ബുദ്ധിയില്ലാത്തവനാണ്, ഭ്രാന്തഹൃദയ, ഭ്രമിച്ച ഹൃദയത്തോടു കൂടിയവനും ആയ പിതാവ് യതി വക്ഷ്യതി, അങ്ങനെ പറഞ്ഞു അച്ഛൻ തന്നെ. അച്ഛന് സുബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ. മാത്രമല്ല വെറും ഭാര്യയുടെ അടിമയായിട്ട്
ഭാര്യയുടെ വാക്ക് കേട്ട് ഒന്നിനും കൊള്ളാത്തൊരു കാമുകനെ പോലെ ആണ് അച്ഛൻ അതൊക്കെ പറഞ്ഞു ശരിയാണ്. ഭ്രാന്തവാക്യം യഥാ സുധീഹി, ബുദ്ധിമാന്മാർ ഭ്രാന്തന്മാരുടെ വാക്യത്തെ പരിഗണിക്കുമോ? തത് സത്യമിതി ന ഗ്രാഹ്യം, അത് സത്യമല്ല, അത് അങ്ങനെ നമ്മൾ വിചാരിക്കണേന് അർത്ഥമില്ല. ബുദ്ധി ഇല്ലാതെ ബുദ്ധിശൂന്യനായിട്ടുള്ള അച്ഛൻ പറഞ്ഞ വാക്കിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് പറയണം. അത് സത്യമായിട്ട് അതിനെ ഗൗരവമായിട്ട് എടുക്കാൻ അത് യോഗ്യമല്ല. അച്ഛൻ്റെ വാക്കുകളെ ഗൗരവമായിട്ട് എടുക്കാൻ യോഗ്യമല്ല. ഇതി ഭരതഃ തു അബ്രവീത് എന്ന് ഭരതൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞു, എന്താണ് പറയണത്? അച്ഛൻ സ്ത്രീക്ക് അധീനനും കാമാതുരനും ഹൃദയത്തിന് യാതൊരു സ്ഥിരതയില്ലാത്തവനും ഭ്രാന്തനുമായിട്ടുള്ള പിതാവ് എന്തെങ്കിലും പറഞ്ഞതിനെ ഈ ഭ്രാന്തൻ പറയുന്നത് ബുദ്ധിമുള്ളവർ അത് വല്ലവരും കണക്കിലെടുക്കുമോ? അതുപോലെ നമ്മൾ അതിനെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കണം. അത് ഗൗരവമായിട്ട് എടുക്കണ്ട ഏട്ടാന്ന് പറയണം. അച്ഛൻ അന്ന് മനസ്സിന് സ്ഥിരതയില്ലാതെ പറഞ്ഞതാണ്, അതിനെ നമ്മൾ ഗൗരവമായി എടുക്കണ്ട എന്ന് രാമനോട് പറഞ്ഞു. ഭരതസ്ത്വബ്രവീദ്രാമം കാമുകോ മൂഢധീ പിതാ സ്ത്രീജിതോ ഭ്രാന്തഹൃദയ ഉന്മത്തോ യദി വക്ഷ്യതി യൽ തദ് സത്യമിതി ന ഗ്രാഹ്യം ഭ്രാന്തവാക്യം യഥാ സുധീഹി. 34. അപ്പം രാമൻ പറയാണ്. ഈ രാമൻ്റെ കുറച്ചധികം വാക്കുകളുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ചെയ്തിട്ട് നമുക്കിവിടെ നിർത്താം, അത്രേ പറ്റുണ്ടാവുള്ളൂ. രാമോവാച ന സ്ത്രീജിത പിതാ ബ്രൂയാത് ന കാമി നൈവ മൂഢധീ പൂർവം പ്രതിശ്രുതം തസ്യൈ സത്യവാദീ ദദൗ ഭയാൽ. അപ്പോൾ ഈ ഭരതൻ പറഞ്ഞില്ലേ, മൂഢബുദ്ധിയാണ്, സ്ത്രീജിതനാണ്, കാമാതുരനാണ്, ബുദ്ധി ഭ്രാന്ത്, മനസ്ഥിരത ഇല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞതിനൊക്കെ നിഷേധിക്കുകയാണ്. എന്താ പറയണറിയോ? പിതാ സ്ത്രീജിത ഇതി ന ബ്രൂയാത്, പിതാവ് സ്ത്രീജിതനൊന്നുമല്ല, അതായത് ഭാര്യയ്ക്ക് അധീനനൊന്നുമല്ല. എന്ന കാമാതുരനും അല്ല, വലിയ അതുമല്ല. എന്ന മൂഢബുദ്ധിയുമല്ല. തസ്യൈഹി, ആ ഭാര്യയ്ക്കായിക്കൊണ്ട് പൂർവം പ്രതിശ്രുതം, മുമ്പെന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നതാ, സത്യവാദി പിത, ആ സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. സത്യവാദിയാണ് നമ്മുടെ അച്ഛൻ, അല്ലാതെ സ്ത്രീജിതനോ ഭീരുവോ മൂഢനോ ഭ്രാന്തഹൃദയനോ ഒന്നുമല്ല ഭരത എന്ന് പറയാണ് ശ്രീരാമനെ. അതൊന്നുമല്ല. ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് മാറ്റാൻ വയ്യ, അതിന്ന് പിന്മാറാൻ വയ്യ എന്ന ആ സത്യത്തിൽ അത്ര വിശ്വാസമുള്ള സത്യവാദിയായിരുന്നു നമ്മുടെ അച്ഛൻ. ആ ഭാര്യയ്ക്ക് കൊടുത്ത പ്രതിജ്ഞയ്ക്കൊരു കുറവ് വരുതരുത്, അതിനെ പ്രതിജ്ഞ പരിപാലിക്കാതിരുന്നാൽ അത് അസത്യമല്ലേ. അപ്പോൾ സത്യമല്ലാത്തത് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത സത്യവാദിയായിട്ടുള്ള, സത്യം മാത്രം പറയുന്നവനായിട്ടുള്ള ആളായിരുന്നു നമ്മുടെ പിതാവ്. ഭയാൽ ദദൗ. അപ്പം ആ അസത്യം പറയാനുള്ള ഭയം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. അല്ലാതെ നീ പറഞ്ഞ പോലെ മൂഢനോ ബുദ്ധിഭ്രമുള്ള ആളോ അല്ലെങ്കിൽ സ്ത്രീജിതനോ കാമുകനോ ഒന്നും ആയിരുന്നില്ല അച്ഛൻ. ഭാര്യയ്ക്ക് പണ്ട് കൊടുത്ത ആ വാക്ക് മാറാൻ വയ്യ, സത്യത്തിന് വിരോധമായിട്ട് നിൽക്കാൻ വയ്യ എന്ന് അങ്ങേയറ്റം സത്യവാദി ആയതുകൊണ്ട് ആണ്. ആ സത്യം വിടാനുള്ള ഭയം കൊണ്ടാണ്, അസത്യം അല്ലെങ്കിൽ അസത്യം പറഞ്ഞ് വഞ്ചിക്കാനുള്ള ഭയം കൊണ്ടാണ് ഇത് നല്ലത്. അല്ലാണ്ട് ഈ പറയണ പോലെയൊന്നുമല്ല. അച്ഛൻ വളരെ സത്യവാദിയാണ്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇഷ്ടമില്ലാത്തവനും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഭയമുള്ളവനും ആയതുകൊണ്ടാണ് എനിക്ക് വനവാസവും നിനക്ക് രാജ്യവും നൽകിയത്. അല്ലാതെ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. രാമോവാച ന സ്ത്രീജിത പിതാ ഭൂയാത് ന കാമീ നൈവ മൂഢധീ പൂർവം പ്രതിശ്രുതം തസ്യൈ സത്യവാദി ദദൗ ഭയാൽ. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഭയം കൊണ്ടാണ് ചെയ്തത്. അത്ര സത്യവാദിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.